നമസ്കാരം, ഞാൻ രാമകൃഷ്ണൻ ടി.ബി. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നല്ല വൊളാട്ടിലിറ്റിക്ക് ശേഷം ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ. അമേരിക്ക, ഇന്ത്യ, സൗത്ത് കൊറിയ ഈ മൂന്ന് മാർക്കറ്റുകളും താഴെയാണ്. അതേസമയം യൂറോപ്യൻ കൺട്രികളിൽ മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ചൈനീസ്, ജാപ്പനീസ്, തായ്വാനീസ് മാർക്കറ്റുകൾ, അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റൊക്കെ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിരുന്ന മെമ്മറി സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ താഴെയാണ്. മാഗ്നിഫിസന്റ് 7 കമ്പനികളിൽ എൻവിഡിയ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ആപ്പിൾ ഫ്ലാറ്റ് ആയിരുന്നു. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിലെ ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആപ്പിളിന്റെയും അതുപോലെ തന്നെ എൻവിഡിയയുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓൾമോസ്റ്റ് സിമിലർ ലെവലിലാണ്. അടുത്ത ദിവസങ്ങളിൽ ആപ്പിൾ വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻവിഡിയനെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിലെ ഐഫോൺ 18 ലോഞ്ച് ചെയ്യുകയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസുകൾ ഐഫോൺ 18 സംബന്ധിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആപ്പിൾ പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആപ്പിൾ ആയിരിക്കാം ഒരു പക്ഷേ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആപ്പിൾ ഒരു അവസരത്തിൽ എൻവിഡിയനെ ഓവർടേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം താഴെ വന്നതാണ്. വെള്ളിയാഴ്ചത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ആപ്പിൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ കമോഡിറ്റി മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ ഈ കമോഡിറ്റികളിലൊക്കെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. അതേസമയം എവരി ഫാളിൽ നല്ല രീതിയിലുള്ള ബൈയിങ് ഗോൾഡിലും സിൽവറിലൊക്കെ കാണുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ മറ്റ് കമോഡിറ്റികളെക്കാളും ഫാസ്റ്റ് ആയിട്ട് ഈ രണ്ട് കമോഡിറ്റികളും മുന്നേറിയേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഇനി ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരവസരത്തിൽ $101 പെർ ബാരൽ വരെയൊക്കെ വന്നിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നു $96.78 പെർ ബാരലിനാണ്. തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത് ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ബേസിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഉയർന്ന കാരണം ഇന്ത്യൻ റുപ്പിയും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും FCNR ഡെപ്പോസിറ്റ് ഇൻഫ്ലോസിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഫാളൊന്നും തന്നെ ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടില്ല. 96.5390 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ FCNR ഡെപ്പോസിറ്റ് RBI അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ഇൻഫ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ത്യൻ റുപ്പി ഒരു സ്റ്റെബിലൈസേഷൻ മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഫർദർ വലിയ രീതിയിലുള്ള ഇമ്മീഡിയറ്റ് ഫാളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും വലിയ രീതിയിൽ മുന്നേറാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിരുന്ന $121 പെർ ബാരലൊക്കെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആരും തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ $121 അല്ലെങ്കിൽ $100 ക്രോസ് ചെയ്തുകൊണ്ട് പോവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെച്ച് പുലർത്തുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എങ്ങനെയെങ്കിലും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഒരു സെറ്റിൽമെന്റ് അനൗൺസ്മെന്റ് ഒക്കെ വന്നേക്കാം. ഇങ്ങനെ വരികയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വന്നേക്കാം. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ ബേസിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ചയിലത്തെ ഓവറോൾ Q1 റിസൾട്ടുകൾ, അതുപോലെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 500-ലധികം കമ്പനികളാണ് ഇന്ത്യയിൽ Q1 റിസൾട്ടുകൾ കഴിഞ്ഞ ശനിയാഴ്ച വരെ പുറത്തു വിട്ടിട്ടുള്ളത്. ഇതിൽ 355 കമ്പനികൾ ബെറ്റർ റിസൾട്ടുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 130 കമ്പനികൾ
സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്ടേഷൻസ് ആണ്. സൂപ്പർലേറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വളരെ ചുരുക്കം ചില കമ്പനികളേ ഉള്ളൂ. എന്നിരുന്നാലും ഓവറോൾ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ആണ്. അറൌണ്ട് 20% റവന്യൂ ഗ്രോത്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഉണ്ട്. അതേസമയം പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ 4.5 to 5% ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിന്റെ ഇമ്പാക്റ്റിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് അതുപോലെ തന്നെ മറ്റ് ഇൻപുട്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രൈസ് റൈസ് ആണ്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ അടുത്ത 3-4 ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ഒക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. അപ്പൊ Q1 റിസൾട്ടുകളിൽ മെജോറിറ്റി ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. റവന്യൂ ഗ്രോത്ത് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. പ്രോഫിറ്റബിലിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളത്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് സെന്റിമെന്റിലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കയിലത്തെ Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ S&P 500 കമ്പനികളിൽ 27% കമ്പനികളും Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 86% കമ്പനികളും എബോവ് എക്സ്പെക്ടേഷൻസ് ആണ് Q2 റിസൾട്ടുകൾ അമേരിക്കയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ ആൽഫബറ്റ് ഈ കമ്പനികളെല്ലാം തന്നെ. അതേസമയം ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ താഴെ വന്നിരിക്കുകയാണ്. കാരണം എല്ലാ കമ്പനികളും വലിയ കാപ്പെക്സ് ആണ് അനൗൺസ് ചെയ്തിരുന്നത്. അപ്പൊ കാപ്പെക്സ് സ്പെൻഡിങ്ങിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അമേരിക്കൻ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് Q1 Q2 റിസൾട്ട് റിലേറ്റഡ് ഇന്ത്യയിലത്തെയും അമേരിക്കയിലത്തെയും ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ധാരാളം കമ്പനികൾ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. മേജർ FMCG കമ്പനികളൊക്കെ ഉണ്ട്. ITC ഉണ്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ട്, ബജാജ് ഫൈനാൻസ് ഉണ്ട്, അഡാനി എന്റർപ്രൈസസ് ഉണ്ട്, L&T ഉണ്ട്, മാരുതി സുസുക്കി ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, ഏഷ്യൻ പെയിന്റ്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, അംബുജ സിമന്റ്, സൺ ഫാർമ, CDSL, ഒപ്പം APL, അപ്പോളോ ട്യൂബ്സ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഈ ആഴ്ച Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളാണ് മേജർ കമ്പനികൾ. അതോടൊപ്പം തന്നെ മറ്റ് ധാരാളം കമ്പനികളും കൂടി Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റ് ആണ് അതാത് സ്റ്റോക്ക് പ്രൈസസിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മാർക്കറ്റുകളിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ L&T അവരൊരു സബ്സിഡിയറി 5000 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. L&Tയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 7.4 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. 52% ഓർഡേഴ്സും ഓവർസീസ് ഓർഡേഴ്സ് ആണ്. ഇതിൽ 38% ഓർഡേഴ്സ് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. മെജോറിറ്റി സൗദി അറേബ്യയിൽ നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓവർസീസ് ഓർഡേഴ്സ് കൂടുതലുള്ള ഒരു കമ്പനിയാണ് ഈ L&T. അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. കാരണം റോ മെറ്റീരിയൽ പ്രൈസസ് കൂടുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസിനെ നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. അതേസമയം റുപ്പി വീണ്ടും വലിയ രീതിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കറൻസി ഗെയിൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ L&T ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ആഴ്ചയിലെ Q1 റിസൾട്ട് അനൗൺസ്മെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ലോസ് അനൗൺസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ന്യൂസുള്ള മറ്റ് കമ്പനി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ PTC ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓറിയൻ ടെക്നോളജീസ് ഉണ്ട്, ശാരദ മിനറൽസ് ഉണ്ട്. ഈ കമ്പനികളൊക്കെ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനികളാണ്. ഒരുപക്ഷെ ഈ ആഴ്ചയിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ് ടെക് സൊല്യൂഷൻസ് ലിമിറ്റഡ് ഇവരുടെ സബ്സിഡിയറി സ്പേസസ് ആയിട്ടൊരു എഗ്രിമെന്റിലൊക്കെ എത്തിയിരുന്നു. അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഒരു പക്ഷേ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ വെള്ളിയും ശനിയാക്കി ആയിട്ട് Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഓർഡർ ബുക്ക് റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓവർസീസ് ഓർഡേഴ്സ് ആണ് കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ ഓവർസീസ് പ്രസൻസ് ഉള്ള മറ്റൊരു കമ്പനി വെൽസ്പൻ കോർപ്പ് എക്സലന്റ് റിസൾട്ട് ആണ്. ഫ്രാക്ടൽ അനലിറ്റിക്സ് ഇത് AI സർവീസസ് രംഗത്തുള്ള കമ്പനിയാണ്. ഇത് ഓൺലി ലിസ്റ്റഡ് കമ്പനിയാണ് ഈ രംഗത്തുള്ളത്. എക്സ്ക്ലൂസീവ്ലി AI സർവീസസ് ആണ്. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് Q1 റിസൾട്ട് വന്നിരിക്കുന്നത്. അതുൽ ലിമിറ്റഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തുള്ള അരവിന്ദ് ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് ഈ കമ്പനിയുടെ റിസൾട്ട്. ടാറ്റ കൺസ്യൂമർ FMCG ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. ലോറസ് ലാബ് CDMO രംഗത്തുള്ള ഫാർമ കമ്പനിയാണ്. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. ഒപ്പം സെയിലിന്റെ റിസൾട്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് ആണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്ടേഷൻസ് ആണ്. പക്ഷെ ഇയർ ടു ഇയർ അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ
ഗെയിലിന്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. RK ഫോർജിങ്സിന്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. ഒപ്പം RK ഫോർജിങ്സ് കപ്പാസിറ്റി എക്സ്പാൻഷന്റെ ഒരു ഇമ്പാക്റ്റും കൂടി അടുത്ത ക്വാർട്ടേഴ്സിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും പോസിറ്റീവ് അല്ലെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് Q1 റിസൾട്ടുകളുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ വന്ന് റിക്കവർ ചെയ്യുന്ന സമയത്ത് നല്ല Q1 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മുന്നേറാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ അമേരിക്ക റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഡ്യൂട്ടി അനൗൺസ്മെന്റ് ഒക്കെ വന്നിരുന്നു. ധാരാളം കൺട്രികളുടെ മേലിൽ 12.5% വരെയൊക്കെ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തിരുന്നു. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ അനൗൺസ്മെന്റിൽ 45% ഐറ്റത്തിന് മേലും നമ്മൾ ഈ ഡ്യൂട്ടിയിലൊന്നും വരുന്നില്ല. നമ്മൾ ഈ പുതിയ അനൗൺസ്മെന്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മേലും ഇമ്പോസ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് 10% എക്സ്പെക്ട് ചെയ്തിരുന്നത് 12.5%. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഡ്യൂട്ടി അനൗൺസ്മെന്റിൽ ഇന്ത്യൻ കോർപ്പറേഷനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെയില്ല. അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആരും തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഓൾറെഡി ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നമ്മൾ ഡിസ്കൗണ്ടഡ് ആണ്. ട്രംപ് വീണ്ടും പലതരത്തിലുള്ള ഡ്യൂട്ടികളൊക്കെ അനൗൺസ് ചെയ്തേക്കാം. പക്ഷെ ഇതൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ട്രംപിന്റെ അറ്റൻഷൻ ഇനി അവിടെ മിഡ് ടേം ഇലക്ഷൻ വരെയാണ്. November 3-നാണ് റിസൾട്ട് വരുന്നത്. ഇപ്പോഴത്തെ സെന്റിമെന്റ് വെച്ചുകൊണ്ട് ട്രംപിന്റെ പാർട്ടി ട്രംപും തോറ്റു തുന്നമ്പാടും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അവസരത്തിൽ ഫർദർ മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ കൺസ്യൂമേഴ്സിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെന്റുകളൊന്നും തന്നെ അമേരിക്കയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് പൊതുവെ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒപ്പം നമ്മൾ അമേരിക്കയിലത്തെ IPO മാർക്കറ്റും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ്. ആന്ത്രോപിക്കിന്റെ IPO ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ അനൗൺസ് ചെയ്തേക്കാം. ഇന്ത്യയിലത്തെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ IPO രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഇൻഡോ MIM നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു IPO ആണ്. മെയിൻ ബോർഡ് IPO ആണ്. 3.08 ടൈംസ് ആണ് ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് 1.96 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ലോഹിയ കോർപ്പ് 0.59% ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ധാരാളം IPOs വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ഒരു IPO എന്ന് പറയുന്നത് മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് ആണ്. ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിൻസ് ഉള്ള ഒരു കമ്പനിയാണ് മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ്. ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ IPO പ്രൈസ് വന്നിരിക്കുന്നത് 74 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. ഇത് എല്ലാ എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് ഹോസ്പിറ്റൽ ഷെയറിനേക്കാളും കൂടുതലാണ്. പ്രത്യേകിച്ച് അപ്പോളോയുടെ ഒരു വാല്യുവേഷനും അതുപോലെ തന്നെ മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസിന്റെ വാല്യുവേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോളേക്കാളും ഹയർ വാല്യുവേഷനിലാണ് IPO വന്നിരിക്കുന്നത് കറന്റ് പ്രൈസിനേക്കാളും. തീർച്ചയായിട്ടും ഒരു ലിസ്റ്റിംഗ് ഗെയിനൊക്കെ കിട്ടിയേക്കാം. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം നമ്പർ ഓഫ് ബെഡ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് ആണ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് മാറുന്ന. അപ്പോളോ സെക്കൻഡ് പ്ലേസിലേക്ക് താഴും. അടുത്ത മാസങ്ങളിലൊക്കെ ഒരു പക്ഷെ അപ്പോളോ നമ്പർ ഓഫ് ബെഡ്സ് ആഡ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ട് റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആസ്റ്റർ ക്വാളിറ്റി ഹെൽത്ത് കെയറും കൂടുതൽ ബെഡുകൾ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ 3 കമ്പനികളായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ രംഗത്ത് ഹോസ്പിറ്റൽ രംഗത്ത് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പം മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് 49 ഹോസ്പിറ്റൽസ് ഉണ്ട്. മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 590 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. ജൂലൈ 29 ആരംഭിച്ച് 31 ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO തന്നെയാണ് മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ്. മെയിൻ ബോർഡ് IPO ആണ്. ഹോസ്പിറ്റൽ രംഗത്ത് ധാരാളം റിഫോം മെഷേഴ്സ് ഒക്കെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ലഭിക്കുന്ന ഒരു നല്ല മാനേജ്മെന്റിന് അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ്. അപ്പൊ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ BSc SMEയിൽ ഒരു പ്രിസിഷൻ എഞ്ചിനീയറിംഗിന്റെ IPO വരുന്നുണ്ട്. 301 ഇഷ്യൂ പ്രൈസ് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം.
അതായത് 800 ഷെയറാണ് മിനിമം. ഇപ്പോൾ തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അറൌണ്ട് 90% ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു BSE SME IPO ആണ് പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന SME IPO. അപ്പോൾ ഈ SME IPO ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO ആണ്. അപ്പോൾ ഈ ആഴ്ച IPOs ഉണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. എക്സിസ്റ്റിംഗ് ഓപ്പൺ ആയിട്ടുള്ള IPO ഉണ്ട്. പ്രത്യേകിച്ച് ഇൻഡോ MIM ലിമിറ്റഡ് നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. ഒപ്പം മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ്, അതുപോലെ തന്നെ BSE SMEയിൽ ആരംഭിക്കാൻ പോകുന്ന പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. അപ്പോൾ ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ. ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ ഭാഗമായി ഒരു കേന്ദ്രമന്ത്രി റിസൈൻ ചെയ്യേണ്ടി വന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൊമെൻറ്റത്തിനെ ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് അപ്വേർഡ് മൊമെൻറ്റത്തിലൊരു കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. 1987 മുതൽ മാർക്കറ്റിലുള്ള ഒരാളാണ് ഞാൻ. ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമീനെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വാർണിംഗ് തരുന്നത്. ഇന്ത്യൻ എക്കണോമിയുടെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൊമെൻറ്റത്തിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അറ്റ്ലീസ്റ്റ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസം വരെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും കണ്ടേക്കാം. അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മേജർ അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആ ഇലക്ഷൻസ് കഴിയുന്നവരെ മാർക്കറ്റിലൊരു കോഷൻ വെച്ച് പുലർത്തുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു കാര്യം നന്നായിരിക്കുന്നതാണ് ഈ ഇവൻറ്റിന് ശേഷം എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.